നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടി ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സ്പോഞ്ച് പോലെയായിട്ടുള്ളത് ആയ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിന് നമുക്ക് ബേക്കിംഗ് പൗഡറോ അതോ ഓവനോ പിന്നെ മുട്ടയോ തൈരോ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിലൊരു ചായപാത്രത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്ക് ഫസ്റ്റ് വേണ്ടത്, ആദ്യം തന്നെ എടുക്കേണ്ടത് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലൊരു 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ ഒരു പാകത്തിന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ബൗളെടുക്കാം. എന്നിട്ട് അതിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1 കപ്പ് മൈദപ്പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കേക്ക്. അതിനുശേഷം നമുക്ക് ഈ പൊടിയിലോട്ട് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, ഏലക്കയും പഞ്ചസാരയും ഇട്ട് പൊടിച്ചതുണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മൈദയിൽ ആ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അല്ലാണ്ട് വേറെ ഏതൊരു എണ്ണയിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം 3/4 കപ്പോളം പാലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ പാലെല്ലാം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കേക്കിൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ അതിൽ ചെറിയ കട്ടകളൊന്നും ഇല്ലാണ്ട് എല്ലാം നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് അധികം ഓവനോ അതേപോലെ അധികം വേറെ കുറേ ഇൻഗ്രീഡിയൻസോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതേപോലെ തന്നെ മുട്ടയ്ക്ക് പകരം തൈര് അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്, നമ്മൾ വീട്ടിൽ ചായയൊക്കെ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു പാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ചായപാത്രം ഉണ്ട് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലെ ചായപാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്ന കേക്ക്. അത് നമുക്കിനി ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണയ്ക്ക് പകരം നെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ ബട്ടറോ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം കേട്ടോ. ഞാൻ ഇവിടെ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് നല്ലവണ്ണം എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഒരു ടീസ്പൂണോളം മൈദപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പൊടി ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ ഞാൻ ഈ കാണിക്കുന്നുണ്ടല്ലോ അതേപോലെ ചെയ്യാം കേട്ടോ. എനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഈ ചെയ്ത പോലെ ചെയ്തിട്ട് ബാക്കി വന്ന പൊടിയൊക്കെ നമുക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് ഒഴിച്ചെടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൽ എയർ ബബിൾസൊക്കെ കളയുന്നതിന് വേണ്ടി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ എയർ ബബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളൂ. അതിനുശേഷം ഇതേപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഇങ്ങനെ ചെയ്യുമല്ലോ, അതേപോലെ ഒന്ന് കൊട്ടി ഇതാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അതിന് ഞാനൊരു ദോശക്കല്ലാണ് വെച്ച് ചൂടാക്കിയിരിക്കുന്നത്. നമുക്ക് കേക്കിൽ ഈ സാധനങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ദോശക്കല്ല് ഒരു 5 മിനിറ്റോളം ഒന്ന് ചൂടാക്കാം കേട്ടോ. 5 മിനിറ്റ് ചൂടായതിന് ശേഷമാണ് ഞാൻ ഈ കേക്കിൻ്റെ മിക്സ് ഇതിൻ്റെ മേലെ വെച്ചേക്കണത്. എന്നിട്ട് ഇതേപോലെ ഒരു കുഴിയുള്ള പാത്രം ഉണ്ടല്ലോ, അത് വെച്ച് മൂടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ആവി പുറത്തോട്ട് പോകരുത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ ഒരു കല്ലും കൂടി ഒന്ന് വെച്ച് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. നല്ലോണം അടഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ കൂടി ആവി പോകണ്ടായിരുന്നു, അതാണ് ഞാൻ കേട്ടോ ഇങ്ങനെ വെച്ചത്. നമുക്ക് ആവിയൊന്നും പുറത്തോട്ട് പോകാണ്ട് ഇതേപോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടല്ലോ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്മായിട്ട് ഇടാം കേട്ടോ തീ. അതേപോലെ ഒരു 20 മിനിറ്റോളം നമുക്കിത് വെക്കാം അടുപ്പത്ത്. ഞാൻ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് തന്നെ ഇതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതേപോലെ. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിലൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാതെ കുറഞ്ഞ തീ തന്നെ ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടിഭാഗം ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് കണ്ടോ, ഇത് കേക്ക് തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് വിടിയിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട്.
എവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ എണ്ണയും പിന്നെ അതേപോലെ മൈദപ്പൊടിയൊക്കെ ഇട്ട് ഇതാക്കിയതാണല്ലോ, അത് കാരണം ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളകി കിട്ടിയായിരുന്നു. കണ്ടോ, നമ്മുടെ നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊന്നും ഉപയോഗിക്കാണ്ട് നമുക്കിതേപോലെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് നന്നായി കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഉൾഭാഗം ഇതേപോലെ നല്ല സ്പോഞ്ചായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ.